വെൽക്കം ബാക്ക് ടു കരിയർ അപ്ഡേറ്റ്സ്. 2025 മാർച്ചിലെ SSLC അതേപോലെ തന്നെ +2 പരീക്ഷയിൽ ഫുൾ A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ദേശീയ അധ്യാപക ക്ഷേമ ഫൗണ്ടേഷൻ നൽകുന്ന ക്യാഷ് അവാർഡിനും അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റിനും വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആർക്കൊക്കെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും, എങ്ങനെ സ്വന്തമായിട്ട് അപേക്ഷ നൽകുവാൻ സാധിക്കും തുടങ്ങിയ ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്, നിലവിൽ SSLC അതേപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്റ്റേറ്റ് സിലബസിൽ ഇപ്പോൾ കഴിഞ്ഞ 2025 മാർച്ചിൽ SSLC അതേപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച ഫുൾ A+ കരസ്ഥമാക്കിയ അധ്യാപകരുടെ മക്കൾക്കാണ് ഈ പറയുന്ന ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും നൽകുന്നത്. അധ്യാപകരുടെ മക്കൾ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗവൺമെൻറ് അതേപോലെ തന്നെ എയ്ഡഡ് സ്കൂളുകളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നവരുടെ മക്കൾക്ക് ഫുൾ A+ കരസ്ഥമാക്കിയ എല്ലാ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കും ഇപ്പോൾ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കാം. അതായത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം www.nftwkerala.org ഇതാണ് വെബ്സൈറ്റ്. വളരെ എളുപ്പത്തിൽ തന്നെ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യം ജസ്റ്റ് നോക്കാം. അതായത് ലാസ്റ്റ് ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കുക. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് അപേക്ഷ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മാസം അത് 30/9/2025 അപ്പോൾ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ രക്ഷിതാക്കളോ ജസ്റ്റ് ഡയറക്റ്റ് ഇതിൽ കയറിയിട്ട് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്ന നോർമൽ പ്രൊസീജിയർ മാത്രമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ലൈവായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിലവിൽ 30/9/2025 വരെയാണ് രക്ഷിതാക്കളായിട്ടുള്ള അതായത് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് അതായത് അധ്യാപകർക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നത്. ഇനി അതിനുശേഷം അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും രക്ഷിതാക്കൾ അതിൻ്റെ അപേക്ഷയുടെ പ്രിൻ്റ് കോപ്പി സ്വന്തം വിദ്യാലയത്തിലെ HM അല്ലെങ്കിൽ പ്രിൻസിപ്പൽമാർക്കാണ് സമർപ്പിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ നേരത്തെ പറഞ്ഞ 30/9/2025 നിങ്ങൾ ജോലി ചെയ്യുന്ന സ്കൂളിലെ HMനോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽക്കോ നിങ്ങൾ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം നിർബന്ധമായിട്ടും നിങ്ങളുടെ നിങ്ങളുടെ സ്കൂളിലെ HM അല്ലെങ്കിൽ പ്രിൻസിപ്പൽ 3/10/2025 നിങ്ങളുടെ അപേക്ഷ വെരിഫൈ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ അത് അധ്യാപകർ തന്നെ ഈ കാര്യം പ്രിൻസിപ്പൽ അല്ലെങ്കിൽ HM സഹിതം നിങ്ങൾ വെരിഫൈ ചെയ്ത് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെ അപേക്ഷ കൊടുക്കാം നമുക്ക് നോക്കാം. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ nftwkerala.org എന്നുള്ള ഒരു വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മൂന്നാമത്തായിട്ട് ലിങ്ക് കാണാൻ സാധിക്കും. ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കുവാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ജസ്റ്റ് നോർമലായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെൻറ് എയ്ഡ് വിദ്യാലയങ്ങളിൽ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച SSLC +2 അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉൾപ്പെടെ പരീക്ഷ എഴുതി ഫുൾ A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് അധ്യാപകർക്ക് ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് ജസ്റ്റ് ഇംഗ്ലീഷിൽ തന്നെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയുടെ പേര്, നെയിം ഓഫ് ടീച്ചർ ജസ്റ്റ് നിങ്ങൾ ഇംഗ്ലീഷ് തന്നെ രക്ഷിതാവിൻ്റെ അതായത് അധ്യാപകൻ്റെ പേര് ടൈപ്പ് ചെയ്യുന്നു. നിങ്ങൾ പെൻ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുന്നു. സ്കൂൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുന്നു. സ്കൂൾ അഥവാ ഇല്ല എങ്കിൽ ജസ്റ്റ് താഴെ കൊടുത്ത നമ്പർ നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്തുകൊണ്ട്, അതായത് സ്കൂൾ കൂടി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് താഴെ ഹോം പേജിൽ കൊടുത്ത ആ ഒരു നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ മൊബൈൽ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക. കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യം, മൊബൈൽ നമ്പർ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ലോഗിൻ ചെയ്യണമെങ്കിൽ OTP ഉൾപ്പെട്ട കാര്യം മൊബൈൽ നമ്പറാണ് വരിക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ ഡെസിഗ്നേഷൻ ഏതാണ് ഡെസിഗ്നേഷൻ നിങ്ങളുടെ HSA അല്ലെങ്കിൽ LP UP അത് കൃത്യമായിട്ട് ഇവിടെ കൊടുക്കുന്നു. നിങ്ങളുടെ ജില്ല, അതേപോലെ വിദ്യാഭ്യാസ ജില്ല, അധ്യാപകൻ ജോലി ചെയ്യുന്ന സ്കൂളിൻ്റെ മേൽവിലാസം കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. കാരണം ഇതൊക്കെ വെരിഫൈ ചെയ്യേണ്ടത് HM അല്ലെങ്കിൽ പ്രിൻസിപ്പളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഡാറ്റയും കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കുക. ഇനി കുട്ടിയുടെ വിവരങ്ങളാണ്. അപ്പോൾ സെലക്ട് കോഴ്സ് നിങ്ങളുടെ കുട്ടിയുടെ കോഴ്സ് ഏതാണ്, VHSC ആണോ, THSC ആണോ, SSLC ആണോ, HSC ആണോ, ഇത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു. നെയിം ഓഫ് സ്റ്റുഡൻറ്റ്, കുട്ടിയുടെ പേര്, അതേപോലെ കുട്ടി പഠിച്ച സ്കൂളിൻ്റെ മേൽവിലാസം, പരീക്ഷ അതായത് കുട്ടി പഠിച്ച സ്കൂളിൻ്റെ മേൽവിലാസം കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പരീക്ഷ എഴുതിയ വർഷം ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ 2025 ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ കാര്യം വളരെ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. കാരണം ആപ്ലിക്കേഷനിൽ മാറ്റങ്ങൾ വരുത്താൻ സാധ്യമല്ലെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആയതിനാൽ സൂക്ഷ്മ പരിശോധന നടത്തിയ ശേഷം മാത്രമാണ് നിങ്ങൾ സമർപ്പിക്കുന്നത്. ഒരു തവണ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ വിദ്യാർത്ഥിയുടെ നിങ്ങളുടെ പേര്, എല്ലാ അഡ്രസ്സ് ഉൾപ്പെടെയുള്ള കാര്യം, രജിസ്റ്റർ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യം ഒക്കെ വളരെ കൃത്യമായ രീതിയിൽ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങളിവിടെ കൺഫേം ആൻഡ് സബ്മിറ്റ് ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇതേ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്കൂളിലെ HM സഹിതം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സഹിതം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ഈ കാര്യമാണ് ഈ ക്യാഷ് അവാർഡുമായി ബന്ധപ്പെട്ട് അധ്യാപകരുടെ മക്കൾക്ക് ലഭിക്കുന്ന ഒരു ക്യാഷ് അവാർഡുമായി ബന്ധപ്പെട്ട് അധ്യാപകർ ചെയ്യേണ്ട കാര്യം. ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന സ്കൂളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ മക്കൾക്കാണ് ഈ പറയുന്ന ആനുകൂല്യം
ലഭിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ അപേക്ഷ സമയത്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇവിടെ ഹോം പേജിൽ വന്ന് ആപ്ലിക്കേഷൻ വീണ്ടും പ്രിൻ്റ് എടുക്കാൻ ഇവിടെ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ, നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പറും അതേപോലെ രജിസ്റ്റർ നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്ത് VN പ്രിൻ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കുവാൻ വീണ്ടും സാധിക്കുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി ഈ ഒരു പേജിൽ തന്നെ ബന്ധപ്പെട്ട സ്കൂളിലെ പ്രിൻസിപ്പൽ ഇവിടെ ലെജിസ് ഹോം ഓർ ലോഗിൻ, ഇവിടെ ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് കാറ്റഗറി യൂസ് സ്കൂൾ കോഡ് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ട് ബന്ധപ്പെട്ട സ്കൂളിലെ അല്ലെങ്കിൽ പ്രിൻസിപ്പൾക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അധ്യാപകർ ശ്രദ്ധിക്കുന്ന കാര്യം, ബന്ധപ്പെട്ട സ്കൂളിലെ പ്രിൻസിപ്പൽ കൃത്യമായിട്ട് 3:10 വെരിഫൈ ചെയ്തിട്ടുണ്ടെന്നുള്ള ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം കൂടി അധ്യാപകർ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ ഒരു A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ അധ്യാപകർ അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഇത്തരത്തിലെ എല്ലാ അപ്ഡേറ്റ്സുകൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാൻ, പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഡിസ്മിസ് സവാദ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.